ഒരു നടന്ന തീരുമാനങ്ങൾ അത് ഞാൻ പറയുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഏറ്റവും വികൃതമായ ഒരു രൂപം കാണാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാണ്. അങ്ങനത്തെ ഒരു വികൃത രൂപം കേരളത്തിൽ ഈ ചാലക്കുടിയിൽ അത്ര വികൃതമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിലേക്ക് ഇതിനെ എല്ലാവർക്കും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുത്ത് വന്നവരെക്കാളും കൂടുതൽ തെരഞ്ഞെടുപ്പിന് നിൽക്കാതെ അല്ലെങ്കിൽ തോറ്റ് പുറത്തു പോയവര് നോമിനികളെ സ്ഥാപിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പ്രവർത്തനം തരുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാനാണ് ജില്ലാ പ്രസിഡന്റിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്നുള്ള കണ്ടീഷനിൽ എന്തും ജില്ലയിൽ നടക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ ഈ പ്രവർത്തനങ്ങൾ പോവാണ്. അപ്പൊ അങ്ങനത്തെ ഈ ഒരു പ്രവർത്തനം തുടരുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്കും ചാലക്കുടിയുടെ ഭരണസമിതിക്കും ഒക്കെ വലിയ വീഴ്ച വരും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഈ തരത്തില് പാർട്ടി നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനവും മറ്റു കാര്യങ്ങളും നിർത്തലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു നിന്നുകൊണ്ട് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭാ അങ്കണത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ചാലക്കുടി നഗരസഭയുടെ പുതിയ അധ്യക്ഷയെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്ന ദിവസമായിരുന്നു. UDFന് 22 കൗൺസിലർമാരുള്ള ബഹുഭൂരിപക്ഷ കൗൺസിലർമാരുള്ള ഈ ചാലക്കുടി നഗരസഭയിൽ അധ്യക്ഷയെ കാലത്ത് തിരഞ്ഞെടുത്തു. ആലിസ് ഷിബു ആണ് പുതിയ നഗരസഭയുടെ അധ്യക്ഷ. ഉച്ചകഴിഞ്ഞ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുകയായിരുന്നു. KV പോളാണ് പുതിയ ഉപാധ്യക്ഷൻ. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സുഗമമായി നടന്നു. പക്ഷേ വലിയ ഒരു പൊട്ടിത്തെറിയുടെ വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ പുറത്തുവിടുന്നത്. ഈ UDF കൗൺസിലർമാരിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിച്ച 450ഓളം വോട്ടുകൾക്ക് വിജയിച്ച അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് കോൺഗ്രസിന്റെ മുഖമാണ്. അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ഈ ചാലക്കുടി നഗരസഭയിലെ UDFന്റെ മുഖം മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ തവണയും അതിക്ക് മുന്നത്തെ തവണയും ഒക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ നിർവഹിച്ചിട്ടുള്ള UDFന്റെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 5ാമത് വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് പറയുകയാണ്, ഈ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ഇത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ വികൃത രൂപമാണെന്ന് അദ്ദേഹം ഇപ്പോൾ ജയഫേസിനോട് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ വികൃത രൂപമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏകദേശം 5ാമതും തെരഞ്ഞെടുക്കപ്പെട്ട എന്നെ, അതുപോലെ തന്നെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള എന്നെ സ്വാഭാവികമായിട്ടും വനിതാ അധ്യക്ഷ ആയതിനു ശേഷം ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടത് എന്നെയായിരുന്നുവെന്നും പക്ഷെ എന്നെ മനഃപൂർവ്വം തഴഞ്ഞെന്നും ഇത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ വികൃത രൂപമാണെന്നുള്ള കടുത്ത ഭാഷയാണ് അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് എന്ന് ജയഫേസ് മീഡിയയോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജയഫേസ് മീഡിയയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന സമാന ചിന്താഗതിയുള്ള ആളുകളും UDFനകത്തുണ്ട്. ആലിസ് ഷിബു ആലപ്പൻ തുടങ്ങിയ ആളുകളും ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള UDFന്റെ മുഖം, ആ മുഖം വികൃതമാക്കാനായിട്ടുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ വികൃത രൂപമാണ് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ നൽകാതിരിക്കുന്നതിലൂടെ ചെയ്യുന്നതെന്ന് കടുത്ത രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്. അതുമാത്രമല്ല, ഈ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്ക് അവസാനത്തെ 1.5 വർഷത്തേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്തിനെയാണ്. അദ്ദേഹം ഇനി അത്തരം സ്ഥാനങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധികാരങ്ങൾ തന്നാൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. വേണ്ടി വന്നാൽ പാർലമെന്ററി സംവിധാനത്തിന് പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ സേവിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ചാലക്കുടി നഗരസഭയുടെ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ദീർഘകാലം ഈ ചാലക്കുടി നഗരസഭയിലെ കൗൺസിലറുമായിട്ടുള്ള ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലേക്ക് കടന്നില്ല. ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പല തലങ്ങളിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം നമ്മൾ ജയിച്ചു വന്ന ഇതിൽ അഞ്ചാമത്തെ ടൈമിലേക്കാണ് ഞാൻ ജയിച്ചു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷം കൗൺസിലറായിരുന്നു. ഇപ്പൊ 5ാമത്തെ ടൈമിലേക്ക് ജയിച്ചു വന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനും കൂടുതൽ ജയിച്ചിട്ടുള്ളത് ആലീസും ഷിബുവാണ്. അപ്പൊ അതിൽ ആലീസ് ചെയർപേഴ്സൺ ആവണം, ഷിബു വൈസ് ചെയർമാൻഷിപ്പ് ക്ലെയിം ചെയ്യാത്ത സ്ഥിതിക്ക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെന്ന നിലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈസ് ചെയർമാൻഷിപ്പിൽ ആദ്യമായിട്ട് വരേണ്ട ഒരു പേരാണ്. പിന്നെ ഞാൻ തൊട്ട് മുമ്പത്തെ കൗൺസിലിൽ പാർലമെന്റ് പാർട്ടി ലീഡറായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി തലങ്ങളിലോ മറ്റു തരം. അപ്പൊ ഇതൊക്കെ എല്ലാ തലങ്ങളിലും അങ്ങനെയൊക്കെ വന്നിരുന്നു. ഇപ്പൊ ഇന്ന് രാവിലത്തെ പാർലമെന്റ് പാർട്ടിയിലാണ് ഇതിങ്ങനെ 3 ടേം ആക്കിയിട്ട് വെക്കണം എന്നുള്ളതും. ആദ്യത്തെ ടൈം പോളനും, 2ാമത്തെ ടൈം വത്സനും, 3ാമത്തെ ടൈമിൽ എൻ്റെ പേര് വരുന്നു എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് പാർട്ടിയിൽ വന്നപ്പോൾ
ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് മാനദണ്ഡങ്ങൾ, ഇതൊരു പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടാണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടേമിൽ പ്രവർത്തിച്ച ആളാണോ, അല്ലെങ്കിൽ പെർഫോമൻസ്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ അച്ചടക്കം, എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പാർലമെന്റിൽ തന്നെ പറഞ്ഞു, എനിക്ക് അതിലൊരു വിയോജനം ഉണ്ട്, വേറെ മറ്റു കാര്യങ്ങളിലൊന്നല്ല, എന്നെ ഒഴിവാക്കണം. ഞാനൊരു സാധാരണ കൗൺസിലറായിട്ടിരിക്കും. ഇതിൽ വൈസ് ചെയർമാൻഷിപ്പോ അല്ലെങ്കിൽ ഇനി വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ഇത് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കി ഒരു സാധാരണ കൗൺസിലർ ആക്കണം എന്നുള്ളൊരു വിയോജനക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പാർട്ടി തലത്തിൽ സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്തരത്തില് ഇവിടെ ഇപ്പൊ ഒരു നടന്ന തീരുമാനങ്ങൾ, അത് ഞാൻ പറയണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഏറ്റവും വികൃതമായ ഒരു രൂപം കാണാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാണ്. അങ്ങനത്തെ ഒരു വികൃത രൂപം കേരളത്തിൽ ഈ ചാലക്കുടിയിൽ അത്ര വികൃതമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിലേക്ക് ഇതിനെ എല്ലാവർക്കും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുത്ത് വന്നവരെക്കാളും കൂടുതൽ തെരഞ്ഞെടുപ്പിന് നിൽക്കാതെ അല്ലെങ്കിൽ തോറ്റ് പുറത്തു പോയവര് നോമിനികളെ സ്ഥാപിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പ്രവർത്തനം തരുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാനാണ് ജില്ലാ പ്രസിഡന്റിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്നുള്ള കണ്ടീഷനിൽ എന്തും ജില്ലയിൽ നടക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ ഈ പ്രവർത്തനങ്ങൾ പോവാണ്. അപ്പൊ അങ്ങനത്തെ ഈ ഒരു പ്രവർത്തനം തുടരുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്കും ചാലക്കുടിയുടെ ഭരണസമിതിക്കും ഒക്കെ വലിയ വീഴ്ച വരും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഈ തരത്തില് പാർട്ടി നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനവും മറ്റു കാര്യങ്ങളും നിർത്തലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു നിന്നുകൊണ്ട് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ അകത്ത് വിജയിക്കിൽ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടാണ് എപ്പോഴും അറിയപ്പെട്ടുള്ളത്. ഈ ഗ്രൂപ്പ് ഇല്ലാത്തതാണോ, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാത്തതാണോ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം? ഞാൻ ശരിക്കും കെ കരുണാകരന്റെ ഒരു അനുയായിയായിട്ട് ഈ പാർട്ടിയിൽ വന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ 5 വർഷം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ 2 ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. അതിനൊരു ബേസിക് അടിസ്ഥാനം പോലും ഇല്ലാതെ നമുക്കൊക്കെ ആദ്യകാലങ്ങളിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പും പ്രവർത്തനത്തിനൊക്കെ പറഞ്ഞ അതിനൊരു തത്വം അടിസ്ഥാനവും ഒരു മാന്യതയൊക്കെ ഉണ്ടായിരുന്നു. ഈ മാന്യതകളില്ലാതെ അതിന്റെ തീരുമാനങ്ങളൊക്കെ സ്വന്തം ലാഭത്തിന് വേണ്ടി നടക്കുന്ന രീതിയിലേക്ക് അതിന്റെ ഗ്രൂപ്പ് പ്രവർത്തനം തരം താഴ്ന്നു പോയപ്പോഴാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞത്, ഞാനിനി ഗ്രൂപ്പിന്റെ പേരിൽ എനിക്കൊരു സ്ഥാനം വേണ്ട. ഇതിനു മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നപ്പോഴും അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടി ലീഡർ തന്നപ്പോഴൊക്കെ പറഞ്ഞു, ഞാൻ ആരാണ് ശരിയെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഞാൻ ഉണ്ടാവും. അത് നഗരസഭയിലെ ചെയർമാന്റെ പ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യാനായിരിക്കും. അത് വിട്ടിട്ട് അല്ലാത്ത രീതിയിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് 2 വർഷം മുമ്പ് മാറി നിന്നു. അത് തന്നെയാണ് ഇപ്പൊ അവർ പറയുന്നത്, ആ ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത ആളാണ്. അതിനുവേണ്ടി 2 ഗ്രൂപ്പ് ഒന്നിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിലില്ലാത്ത ഒരാളെ ഒറ്റപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതിന് 2 ഗ്രൂപ്പും ഒന്നിക്കുന്ന രീതിയിലേക്ക് ഈ ഗ്രൂപ്പ് പ്രവർത്തനം തരംതാഴ്ന്നു പോവാണ്. അപ്പൊ അതിന് കോൺഗ്രസ് പാർട്ടിയിലും അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടിയുടെ ഉള്ളിലൊക്കെ വലിയൊരു രൂപീകരണം നടക്കുന്നുണ്ട് ശക്തമായിട്ട്. അതിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനും കോൺഗ്രസ് പാർട്ടീനെ നല്ല രീതിയിൽ കൊണ്ടുവരാനും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എനിക്കാവുന്ന രീതിയിൽ അത് പ്രവർത്തനം നടത്തണം. അല്ലാത്തോടത്തോളം അങ്ങനെ ചെയ്യാൻ പറ്റാത്തോടത്തോളം ഈ പാർലമെന്റ് പാർട്ടിയുടെ പുറത്ത് നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോ പാർലമെന്റ് പാർട്ടിയിൽ പറഞ്ഞു എനിക്കത് എടുക്കാൻ താല്പര്യമില്ല, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പുകളും എടുക്കില്ല. ഒരു കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തനവുമായിട്ട് ഈ ഭരണസമിതിനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. എല്ലാവരും മാറി നിൽക്കുക. ഞങ്ങൾ 11 പേരും കൂടി 21-ൽ 11 ആളും പോയി എല്ലാ നേതാക്കന്മാരും കണ്ടതാണ്. പിന്നീട് അവിടുന്ന് പാർലമെന്റ് പാർട്ടി വിളിക്കാൻ നേരം വൈകി പോവുകയും അത് ഈ കുതിര കച്ചവടത്തിനൊക്കെ സമയം കൊടുത്ത് ആളുകളെ മാറ്റിയതിന് ശേഷമാണ് പിന്നീട് പാർലമെന്റ് പാർട്ടി വിളിക്കുന്നത്. അപ്പൊ അതിനുശേഷവും ഒരു ബഹുഭൂരിപക്ഷവും ഞങ്ങളുടെ ഒപ്പം ശക്തമായിട്ട് ഷിബു ആലപ്പൂരും അലി ഷിബു ഒക്കെ ഇതിനോടൊപ്പം ശക്തമായി പറഞ്ഞാണ്. പിന്നെ ഞാൻ പറയരുത്, ഇത് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഭരണസമിതി പൊതുജനം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ഇവിടെ ആര് ചെയർമാൻ ആവണം അല്ലെങ്കിൽ ഒരു ഭരണസമിതി എങ്ങനെ വേണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. അത് കളയുന്നത് ഞങ്ങൾ ജയിച്ചു വന്ന അത് തെറ്റായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇന്ന് ചെയർപേഴ്സണായിട്ട് അലി ഷിബു സ്ഥാനം ഏറ്റെടുത്തത്. അതിന്റെ ഒരു കടമ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഇന്ന് വിട്ടു നിൽക്കാനായിരുന്നു ഇന്ന് രാവിലെ വരെയുള്ള തീരുമാനം.